ഹലോ ഗൈസ്, എല്ലാവർക്കും ഫോൺ മണി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ചെയ്യുമ്പോൾ നമ്മുടെ Xiaomi 12 Pro അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. സോ ഇപ്പോൾ ഇരിക്കുന്ന നമ്മുടെ 12GB 256GB Noir ബ്ലാക്ക് എന്നുള്ള കളറാണ്. സോ നമുക്ക് സ്റ്റാർട്ടിങ് നമുക്ക് അൺബോക്സ് ചെയ്യാം. ഓക്കെ, സോ നമുക്കിവിടെ രണ്ട് സ്റ്റിക്കർ വരുന്നുണ്ട്. ഓക്കെ, സോ ക്വാളിറ്റി പേപ്പറാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ അങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ഡൺ. നമ്മുടെ ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് Xiaomiയുടെ ഒരു ബോക്സ് കിട്ടുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ എന്താ ഉള്ളത് നോക്കാം. സോ സിം ഇജക്ടർ ടൂള്, പിന്നെ നമ്മുടെ ഒരു കേസ് കിട്ടുന്നുണ്ട്, ട്രാൻസ്പെറൻ്റ് ആണ്. ഓക്കെ, സോ ട്രാൻസ്പെറൻറ്റ് കേസ് കുറച്ചും കൂടെ ക്വാളിറ്റി പ്രതീക്ഷിച്ചു. ഇത് നോർമൽ കേസായിപ്പോയി. ഓക്കെ, ദെൻ നമുക്ക് നമ്മുടെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് കിട്ടുന്നുണ്ട്. ദെൻ നമ്മുടെ ഡോങ്കിളായിരിക്കും. യെസ്, ഇയർഫോൺസ്. യെസ്, നമ്മുടെ ഡോങ്കിള്. സോ ഹെഡ്ഫോൺ ജാക്കില്ല. ആൻഡ് ദെൻ ഡയറക്റ്റ്ലി നമ്മുടെ ഫോണാണ് ഇരിക്കുന്നത്, Xiaomi 12 Pro. സോ അതിന് മുമ്പ് നമുക്ക് ബോക്സിൽ ബാക്കി തന്നെ കിട്ടും നോക്കാം. ഓക്കെ, സോ നമ്മുടെ 120 വാട്ടിൻ്റെ ചാർജർ. സോ കമ്പനി ക്ലെയിം ചെയ്യുന്ന ജസ്റ്റ് 18 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ആവുന്നതാണ്. ഓക്കെ, ദെൻ നമ്മുടെ ഡേറ്റ കേബിൾസ്. ഓക്കെ, സോ ലെറ്റ്സ് കീപ്പ് എവറിത്തിങ് അസൈഡ്. സോ ഗൈസ്, നമ്മുടെ Xiaomi 12 Pro ബ്ലാക്ക് കളർ. ഓക്കെ, സോ വാവ്, നല്ല കേസ്, നല്ല സ്റ്റിക്കർ, നല്ല ടൈറ്റ് ആയിട്ട്. യെസ്, ഓക്കെ, സോ ഇതാണ് കേസ് നമ്മുടെ Xiaomi 12 Pro. ഭയങ്കര സ്മൂത്ത് ഫിനിഷ് കേട്ടോ. നമ്മുടെ ബാക്കിൽ ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ബാക്ക് പിടിക്കാനൊക്കെ നല്ല സ്വന്തം ഒരു ലൈറ്റ് എന്താ പറയുക, ഒരു ഫ്ലൂറൈറ്റ് AG മെറ്റീരിയൽ പോലത്തെ ഒരു ഫീലാണ് നമുക്ക് ബാക്ക് ഇട്ട്. നമുക്ക് Xiaomiയുടെ ബ്രാൻഡിങ്ങിൽ നമുക്കൊരു 3D മാർക്ക് പോലെ വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ നല്ല പിടിക്കാൻ നല്ല സ്മൂത്താണ്. പിന്നെ അത് മാത്രമല്ല ഇൻഹാൻഡ് ഫീലും അടിപൊളി, കാരണം ബ്ലെൻഡ് ചെയ്ത് നമ്മുടെ അലുമിനിയം ഫ്രെയിം ഇട്ടാണ് വന്നിരിക്കുന്നത്. അത് കാരണം പിടിക്കാനും നല്ല രസമുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ തിക്നെസ് അത്യാവശ്യം സ്ലിം ആണ് കേട്ടോ. ദാറ്റ് മീൻസ് ഈ ഒരു പ്രീമിയം സെഗ്മെൻറ്റ് നോക്കുമ്പോൾ അത്യാവശ്യം എല്ലാവരും ഇച്ചിരി വെയിറ്റ്, അതായത് മീൻസ് തിക്നെസ് കൂടുതൽ അത്യാവശ്യം 8.2 mm ആണ് വന്നിട്ടുള്ളൂ. കണ്ടോ, അത്യാവശ്യം പക്ഷേ അത്ര പോലും തോന്നുന്നില്ല പിടിക്കുമ്പോൾ. കണ്ടോ, അത്യാവശ്യം നല്ല ഇൻഹാൻഡ് ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ മാത്രമല്ല വെയിറ്റ് വന്ന് 205 grams. കണ്ടോ, അത്യാവശ്യം ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ആണ്. കണ്ടോ, നല്ല ഈവൻലി ഡിസ്ട്രിബ്യൂട്ടർ ആണ്. ഓക്കെ, സോ അതാണ് നമ്മുടെ 12 Pro. സോ നമുക്ക് ഇനിഷ്യൽ സെറ്റപ്പ് കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വരാം. സോ ഗൈസ്, നെക്സ്റ്റ് നമുക്ക് Xiaomi 12 Pro ഡിസ്പ്ലേ നിന്ന് തന്നെ തുടങ്ങാം. സോ ഇതിൻ്റെ ഇനിഷ്യൽ സെറ്റപ്പ് കഴിഞ്ഞിട്ടുണ്ട്. സോ 6.73 ഇഞ്ച് ഡിസ്പ്ലേ ആണ് നമുക്ക് വരുന്നത്. സോ ഒരു LTPO 2.0 E5 AMOLED യൂസിങ് 10-bit HD 10+ സർട്ടിഫൈഡ് ഡിസ്പ്ലേ ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡിസ്പ്ലേയുടെ റെസൊല്യൂഷനും കാര്യങ്ങളും നമുക്ക് നോക്കാം. സോ സെറ്റിംഗ്സ്, ഡിസ്പ്ലേ റെസൊല്യൂഷൻ ക്വാഡ് HD+, ഫുൾ HD+ ഓപ്ഷൻ ഉണ്ട്. 3200x1440 ആണ് നമുക്ക് മാക്സിമം റെസൊല്യൂഷൻ കിട്ടുന്നത്. ആൻഡ് ഡിസ്പ്ലേ എൻഹാൻസ്മെൻറ്റിന് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. മീൻസ് AI ഇമേജ് എഞ്ചിനകത്ത് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഫസ്റ്റത്തെ MEMS ഫീച്ചർ, അതായത് മോഷൻ എസ്റ്റിമേഷൻ, മോഷൻ കമ്പൻസേഷൻ ഫീച്ചർ. അതായത് മീൻസ് എക്സ്ട്രാ ഫ്രെയിംസ് ആയിട്ട് കുറച്ചും കൂടെ ഒരു സ്മൂത്തറായിട്ട് നമ്മുടെ വീഡിയോസ് കാണാനുള്ള ഓപ്ഷനാണത്. പിന്നെ AI HDR എൻഹാൻസ്മെൻറ്റ്, HDR കുറച്ചും കൂടെ ഒരു ദാറ്റ് മീൻസ് ഡൈനാമിക് റേഞ്ച് കൂട്ടിയിട്ടുള്ള ഒരു സംഭവമാണ് വീഡിയോസിനകത്ത്. പിന്നെ ഇമേജ് എൻഹാൻസ്മെൻറ്റ്, സോ ഇമേജസിൻ്റെ കളർ, അതിൻ്റെ ഒരു പഞ്ചിനസ് കൂട്ടാനൊക്കെയാണ്. ദാറ്റ് മീൻസ് ഏതാണ് ഒബ്ജക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതനുസരിച്ച് കുറച്ചും കൂടി ഒരു ബൂസ്റ്റിംഗ് കൊടുക്കുന്ന സംഭവമാണ്. ആൻഡ് നെക്സ്റ്റ് സൂപ്പർ റെസൊല്യൂഷൻ, അതായത് നമ്മുടെ വീഡിയോസൊക്കെ കുറച്ചും കൂടി ഒരു കളർ വൈബ്രൻസിയും ഒരു എന്താ പറയുക ഒരു റെസൊല്യൂഷനെ കൂട്ടാനുള്ള ഓപ്ഷനാണ് സൂപ്പർ റെസൊല്യൂഷൻ. സോ ഇത്ര ഓപ്ഷൻ നമുക്ക് വീഡിയോസിൽ കിടപ്പുണ്ട്. സോ ഞാനിതെല്ലാം ജസ്റ്റ് ഡീഫോൾട്ട് ടേൺ ഓൺ ചെയ്യാൻ പോവാണ്. സോ എവറിത്തിങ് ഈസ് ഓൺ. ഇനി ഞാൻ ജസ്റ്റ് നമുക്കൊരു വീഡിയോ പ്ലേ ബാക്ക് ഇട്ട് പോവാം. സോ ക്വാളിറ്റി റെസൊല്യൂഷനാണ് കിടക്കുന്നത് ഇപ്പോൾ. ആൽബംസ്, സോ ഇതാണ് നമ്മുടെ Xiaomi 12 Pro ഡിസ്പ്ലേ വരുന്നത്. 6.73 ഇഞ്ച്.
പക്കയുണ്ട്. ദാറ്റ് മീൻസ് ഇപ്പോൾ ഈ സെഗ്മെൻറ്റിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് OnePlus 10 Pro ആയിട്ട് കമ്പയർ ചെയ്ത് അതും 6.7 ഇഞ്ച് LTP 2.1 ബില്യൺ കളർ റീപ്രൊഡക്ഷൻ ഓൾമോസ്റ്റ് ചെയ്യുന്നതാണ് ക്വാഡ് റെസൊല്യൂഷൻ. ഇത് 521 pp, അത് 525 pp, ദാറ്റ് മീൻസ് OnePlus 10 Pro. സോ ഓൾമോസ്റ്റ് ഈ സെഗ്മെൻറ്റ് എല്ലാം ടോപ്പ് നോച്ചായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഈ ഒരു ഫീച്ചേഴ്സ് ഉള്ളതാണ് എല്ലാവർക്കും. സോ സെപ്പറേറ്റ് എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സ്ട്രാ എൻഹാൻസ്മെൻറ്റ് മോഡ്സ് കാരണം കുറച്ചും കൂടെ കളേഴ്സ് കുറച്ചും കൂടെ ഷാർപ്പായിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഞാൻ ജസ്റ്റ് എൻ്റെ ബ്രൈറ്റ്നസ് മാക്സിമം ഇടാം. സോ ഇപ്പോൾ മാക്സിമം ബ്രൈറ്റ്നസ്സിലാണ് നിൽക്കണേ. സോ നല്ല വൈബ്രൻറ്റ് കളേഴ്സാണ്. ദാറ്റ് മീൻസ് ഞാൻ S22 Ultra ആയിട്ട് ഇതിൻ്റെ കമ്പാരിസൺ ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ അതായിട്ട് കമ്പയർ ചെയ്തപ്പോൾ S22 Ultra ആണ് ബ്രൈറ്റർ. പക്ഷേ ഇതിൻ്റെ ഡൈനാമിക് റേഞ്ച് ദാറ്റ് മീൻസ് ആ കളറിൻ്റെ ഒരു പ്രോസസ്സിങ് രണ്ടും വേറെ രീതിയിലാണ്. സോ ചിലർക്ക് പേഴ്സണൽ പ്രിഫറൻസ് ആയിട്ട് ഇതായിരിക്കും ഇഷ്ടം. ദാറ്റ് മീൻസ് ആ കളർ കുറച്ചും കൂടെ കുത്തണ പച്ച, ദാറ്റ് മീൻസ് ഇച്ചിരി ഡീപ്പ് റെഡ്, ഡീപ്പ് ഗ്രീന് അങ്ങനെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ആൻഡ് ഇതിൻ്റെ നിറ്റ്സ് വെച്ച് 1500 നിറ്റ്സാണ് നമുക്ക് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് കാര്യം വെച്ചാൽ നമുക്കിപ്പോൾ നമ്മുടെ OnePlus 10 Pro 1300 നിറ്റ്സ്. സോ ഡിസ്പ്ലേ കാര്യത്തിൽ അടിപൊളിയാണ്. പിന്നെ 480 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ. സോ സെറ്റാണ്. പിന്നെ വിക്ടസിൻ്റെ പ്രൊട്ടക്ഷനാണ് നമുക്ക് വരുന്നത് ഫ്രണ്ടിൽ. ഓക്കെ. സോ നെക്സ്റ്റ് ഒരു മോസ്റ്റ് അവൈറ്റഡ് എന്ന് പറയാം. കാരണം ഫസ്റ്റ് ടൈം Xiaomi ട്രൈ ഔട്ട് ചെയ്യുന്ന ഒരു ഫീച്ചറാണ്. ദാറ്റ് മീൻസ് സ്മാർട്ട് ഫോൺസിൽ കുറവാണ്. ദാറ്റ് മീൻസ് 4 സ്പീക്കറാണ് നമുക്ക് വരുന്നത്. അതായത് 2 വൂഫേഴ്സ്, 2 ട്വീറ്റേഴ്സ് വരുന്ന സ്പീക്കർ. സോ അതൊരു എത്രത്തോളം എൻഹാൻസ് ചെയ്യുന്ന ആക്ച്വലി ഞാൻ ഇന്നലെ ടെസ്റ്റ് ചെയ്താൽ ഞാൻ അത്ര എക്സൈറ്റഡ് അല്ല. ബട്ട് സ്റ്റിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ കാണിച്ചു തരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡിസ്ക്ലോ കെമാക്സ് ഒരു മ്യൂസിക് പ്ലേ ചെയ്യാം. ഓക്കെ. സോ ഞാൻ മെയിൻ കാര്യം നോക്കി കഴിഞ്ഞാൽ ഇത് ദാറ്റ് മീൻസ് ആ ഒരു പറയുന്ന രീതിയിലല്ല. ദാറ്റ് മീൻസ് ഇതിൻ്റെ ബേസ് ഒക്കെ ദാറ്റ് മീൻസ് ഓഡിയോ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ട് ദാറ്റ് മീൻസ് നമുക്ക് ബേസ്, ഹൈ നോട്ട്, ലോ പിച്ച് ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് അറിയാൻ കുറച്ചുകൂടി ഡിഫൈൻഡ് ആണ് ഓഡിയോ. ദാറ്റ് മീൻസ് എന്താ പറയുക, ഇപ്പം നോർമലി കമ്പയർ ചെയ്ത് മെസ്ഡപ്പ് ആയിട്ട് അല്ലെങ്കിൽ മിക്സ്ഡപ്പ് ആയിട്ട് ഹൈ പിച്ച് ലോ പിച്ച് ഒക്കെ മിക്സ്ഡപ്പ് ആയിട്ട് പോകുകയാണ്. ഇത് കുറച്ചും കൂടി ഡിഫൈൻഡ് ആയിട്ട് നമുക്ക് ലോ പിച്ച് അറിയാനും ഹൈ പിച്ച് അറിയാനും കുറച്ചും കൂടെ ബേസ് ഒക്കെ നമുക്ക് ടിങ് ടിങ് കിട്ടുന്നുണ്ട് ഇൻ കമ്പാരിസൺ വെച്ച് നോക്കും. ആ താഴത്തെ ബേസ് ഒക്കെ ഉണ്ടോ ടക്ന്ന് കിട്ടുന്നുണ്ട് നമുക്കിവിടെ. സോ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ സെഗ്മെൻറ്റ് ഇപ്പോൾ OnePlus 10 Pro നോക്കിയാൽ അതിന് സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്. പക്ഷേ ഇത്രയും സെറ്റപ്പ് വരുന്നില്ല. കുറച്ചും കൂടെ OnePlus 10 Proനേക്കാൾ ഞാൻ കുറച്ചും കൂടി ഒരു വിൻ കൊടുക്കും നമ്മുടെ Xiaomi 12 Pro ആയിരിക്കും നമ്മുടെ സ്പീക്കേഴ്സ്. സോ ഡിസ്പ്ലേ ആൻഡ് സ്പീക്കേഴ്സ് ഒബ്വിയസ്ലി നമ്മുടെ 10 Proനേക്കാളും ഈ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ട് കുറച്ചും കൂടെ സ്ലൈറ്റ്ലി ബെറ്റർ, മേ ബി ഒരു 3 to 5% സ്ലൈറ്റ്ലി ബെറ്റർ നമ്മുടെ Xiaomi 12 Pro ആയിരിക്കും. ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന് വരുന്ന Snapdragon 8 Gen 1 ആണ്, LPDDR5 3.1 ഒക്കെ വരുന്നുണ്ട്. അത് തന്നെ സെയിം തന്നെയാണ് OnePlus 10 Pro, Iqoo 9 Pro എല്ലാവർക്കും വരിക. പിന്നെ നെക്സ്റ്റ് കാരണം നമുക്ക് ഇതിൻ്റെ ക്യാമറാസ് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇതിൻ്റെ സാമ്പിൾസിൽ നിന്ന് ജസ്റ്റ് ബാക്കി വരാം. സോ ക്യാമറാസ്, സോ ഞാൻ കുറച്ച് സാമ്പിൾ ഷോട്ട് എടുത്തിട്ടുണ്ട്. സോ ഗൈസ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാനത് നെഗറ്റീവിൽ തന്നെ കൊടുക്കാം. സോ ഇതൊരു പോർട്രേറ്റ് മോഡ് എടുത്ത പിക്കാണ്. സോ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ഇതിനകത്ത് ഈ പൂ ഔട്ട് ഓഫ് ഫോക്കസ്. ദാറ്റ് മീൻസ് ഞാൻ അത്രയ്ക്ക് ക്ലോസ് ആയിട്ട് കൊണ്ടു നോക്കി അകത്ത് നോക്കി എന്തോ ഈ പൂ അങ്ങ് ഫോക്കസ് ആവും. ദാറ്റ് മീൻസ് ചെറിയ ഒബ്ജക്ട്സ് പോർട്രേറ്റ് മോഡിൽ ഫോക്കസ് ആവാൻ ഇത്തിരി പാടാണ്. അതും ഇതിപ്പോൾ ചെറിയ സബ്ജക്റ്റ് ആണ്. ദാറ്റ് മീൻസ് കമ്പയർ ടു ദ സറൗണ്ടിങ് ചെറിയ സബ്ജക്റ്റ്, അങ്ങനത്തെ സബ്ജക്ട്സ് ഫോക്കസ് ആവാൻ ഇച്ചിരി പാടാന്നല്ല, ഞാൻ അത് എന്തൊക്കെ നോക്കിയിട്ടും അത് ഫോക്കസ് ആയില്ല. പക്ഷേ നോർമൽ ഷോട്ടിൽ കുഴപ്പമുണ്ടായില്ല. അതിപ്പോൾ നിങ്ങൾ നോക്കിയാൽ പൂ ഔട്ട് ഓഫ് ഫോക്കസ് ആണ്, പക്ഷേ ഇവരുടെ ഒക്കെ കറക്റ്റ് ഫോക്കസ് ആണ്. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി. ഓക്കെ. അതിന് നെക്സ്റ്റ് ബാക്കി ഇതൊരു നോർമൽ പിക്കാണ്. അത്യാവശ്യം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കളേഴ്സൊക്കെ ഇച്ചിരി ഷാർപ്പാണ് കേട്ടോ കളേഴ്സ്. ഇൻ കമ്പാരിസൺ ഇപ്പോൾ S22 Ultra ആയിട്ടുള്ള കമ്പാരിസൺ നോക്കി ഇപ്പോൾ ദാറ്റ് മീൻസ് കളേഴ്സ് നല്ല വൈബ്രൻ്റ് ആണ്. പച്ച നല്ല ഡീപ്പ് പച്ച. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ. ഈ സിനാരിയോ ഇത് നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം, ആർട്ടിഫിഷ്യൽ ഫീലിംഗ്, നല്ല ആർട്ടിഫിഷ്യൽ ഫീലിംഗ് ഉണ്ട്. ഇതിൻ്റെ പകുതി ഇത്ര പോലും ഇല്ല. ഇതിപ്പോൾ ഒരു 10-20% കളർ കുറച്ച് എങ്ങനെ ഇരിക്കും, അതായിരുന്നു ഒറിജിനൽ ഔട്ട്പുട്ട്. എക്സാക്ട്ലി ആ ഔട്ട്പുട്ട് തന്നെയാണ് S22 Ultra ജനറേറ്റ് ചെയ്തത്. പക്ഷേ ഇത് ഇച്ചിരി ഓവർ ഷാർപ്പ്നെസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ബാക്കിയുള്ള ഷോട്ട്സ് ഇത് കുഴപ്പമില്ല. അത്യാവശ്യം പോയൊരു ഷോട്ട്, ഇത് നമ്മൾ ഔട്ട് ഓഫ് ഫോക്കസ് ആയി പോയ ഷോട്ട്, ഇത് കുഴപ്പമില്ല. ഇത് മോക്കെ ഷോട്ട്. പിന്നെ സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻ ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇത് ഉണ്ട്, അതിൻ്റെ ഡീറ്റെയിലിംഗ് അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ.
ഇതൊരു സ്ട്രഗിളിങ് സിറ്റുവേഷൻ. ഇതിനകത്ത് എക്സാക്ട്ലി നമുക്കിവിടെ ഈ ഒരു ലൈറ്റ് കാരണം ദാറ്റ് മീൻസ് നമുക്ക് സ്ട്രഗിളിങ് സിറ്റുവേഷൻ, ദാറ്റ് മീൻസ് ഡയറക്റ്റ് സൺലൈറ്റ് ഫേസ് ചെയ്യണം, നമുക്ക് ഇവിടെയൊക്കെ മിസ്ഡ് ഔട്ട് ആവും. പക്ഷേ S22 അൾട്രയിൽ ഇവിടെ നല്ലതായിട്ട് ക്യാപ്ചർ ചെയ്യും. ഞാൻ ഡയറക്റ്റ് ദാറ്റ് മീൻസ് കമ്പയർ ചെയ്യല്ല, ഞാൻ ജസ്റ്റ് പറയുന്നതാണ്. ബട്ട് സ്റ്റിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഔട്ട്പുട്ട് ജനറേറ്റ്, ദാറ്റ് മീൻസ് ആ പ്രൈസ് സെഗ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ ഓക്കെയാണ്. ഇത് ഇച്ചിരി സ്ട്രഗിളിങ് സിറ്റുവേഷൻ നമ്മൾ ഇട്ട് കൊടുത്തത്, അതിൻ്റെ ഒരു പ്രശ്നമാണ്. ഇതിലൊക്കെ അങ്ങനത്തെ സ്ട്രഗിൾ സിറ്റുവേഷൻസിലൊക്കെ ഇഷ്യൂ വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് സബ്ജക്റ്റീവും ഡൈനാമിക് റേഞ്ചും കാര്യങ്ങളൊക്കെ പോയിട്ട് ബ്ലർ ഔട്ട് ആയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഔട്ട് ഓഫ് ഫോക്കസ്റ്റും അത് ഡിറ്റക്ട് ചെയ്തിട്ടില്ല. ആൻഡ് കണ്ടോ, സബ്ജക്റ്റ് മാറിയത് നോർമലായി കഴിഞ്ഞപ്പോൾ ഷോട്ട് പക്കയായി. കണ്ടോ ഇവിടെ കണ്ടോ, നമ്മളിപ്പോൾ ആംഗിൾ മാറി, ക്യാമറ ഞാൻ ഇങ്ങനെയാണ് വെച്ചേക്കുന്നത്, അപ്പോൾ കറക്റ്റായിട്ട് പക്ക ഫോക്കസ്ഡ് അടിപൊളി ഷോട്ട് തന്നെയാണ്. ഓൾമോസ്റ്റ് ഈ ഒരു ഷോട്ട് തന്നെ നമ്മുടെ S22 അൾട്ര നേരെ എടുത്തപ്പോൾ കിട്ടി. സോ ഓക്കെ, ഇത് നമ്മുടെ മാക്സിമം റെസൊല്യൂഷൻ മോഡിൽ എടുത്തേക്കാണ്. ദാറ്റ് മീൻസ് ആണ് ഇത്രയും ക്ലോസ് സബ്ജക്റ്റ് പോകാൻ പറ്റും. HD പ്രിവ്യൂ ആണത്. ഓക്കെ, ഇത് അതിനകത്ത് എടുത്ത ഷോട്ടാണ്. ഇത് ഇച്ചിരി സബ്ജക്റ്റ് വലുതും ഇച്ചിരി ഞാൻ ക്ലോസ് ആയിട്ട് എടുത്താണ് ഇത് പക്കയായിട്ട്, കാരണം ഇച്ചിരി വലിയ സബ്ജക്റ്റ് ഉണ്ട്. ഇപ്പോൾ ചെറിയ സബ്ജക്റ്റ് ആണെങ്കിൽ ഒരു ഫോക്കസിങ് ഇഷ്യൂ ഉണ്ടായേനെ. ആൻഡ് നെക്സ്റ്റ് മാക്രോ ഷോട്ട്സ് അത്ര സൂപ്പർ ക്ലോസ് ആക്കി എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. ദാറ്റ് മീൻസ് ഈ ഒരു ഫോക്കസ് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ക്ലോസ് ആക്കി കൊണ്ടുവരുമ്പോൾ അപ്പം തന്നെ ഇത് എന്താ പറയുക, ഔട്ട് ഓഫ് ഫോക്കസ് ആയി പോകണം. സോ ഇതാണ് മാക്സിമം വരിക. ഇതാണ് ഷോട്ട്, ഇൻഡോർ ഷോട്ടാണ്, അത്യാവശ്യം നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വീഡിയോ സിമുലേഷൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. കൊള്ളാം, വീഡിയോ സിമുലേഷൻ നല്ലതാണ്. ഓക്കെ, സോ കുഴപ്പമില്ല, ബാഡ് പറയാനുള്ള രീതിയിലൊന്നുമില്ല. സോ ക്യാമറയുടെ സ്പെക്സ് നോക്കുവാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് വരുന്നത് ഒരു 50 MB ഒരു മെയിൻ ക്യാമറ സോണി IMX 707 ആണ് വരുന്നത്. പിന്നെ രണ്ടാമത് ഒരു 50 MB തന്നെ ഒരു ടെലിഫോട്ടോ വരുന്നുണ്ട്, ഒരു 2x ഒപ്റ്റിക്കൽ സൂം വരുന്നത്. ആൻഡ് ദെൻ ഒരു 50 MB അൾട്രാ വൈഡ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ OnePlus 10 Pro ഒക്കെ നോക്കുവാണെങ്കിൽ അത് 48 MB ഒരു മെയിൻ ക്യാമറ, അത് സോണി IMX 789 ആണ് വരുന്നത്. പിന്നെ ഒരു 50 MB അൾട്രാ വൈഡ്. പക്ഷേ 50 MB അൾട്രാ വൈഡ് അതിലൊരു 150 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ ഉണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ കുറച്ച് കുറവാണ്, 115 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ ഉള്ളൂ. മറ്റേത് 150 ഉണ്ട് നമ്മുടെ 10 Pro, OnePlus 10 Pro. പിന്നെ ടെലിഫോട്ടോ നോക്കുവാണെങ്കിലും ടെലിഫോട്ടോ ഇത് 8 MB ഉള്ളൂ, 3x ഒപ്റ്റിക്കൽ. മറ്റേത് 50 MB ഒരു ടെലിഫോട്ടോ, അതും 2x ഒപ്റ്റിക്കലാണ് വരിക. പക്ഷേ നമ്മൾ ഈ പെരിസ്കോപ്പ് ടെലിഫോട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും, അങ്ങനത്തെ ഹൈപ്പ് കൊടുക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് വന്നിട്ടില്ല. ഓക്കെ, സോ അതാണ് നമ്മുടെ ക്യാമറയുടെ. പിന്നെ അതുപോലെ ഫ്രണ്ട് ക്യാമറ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആണ്, അടിപൊളി ഫ്രണ്ട് ക്യാമറയാണ്. സോ ഓവർ 32 MB ഫ്രണ്ട് ക്യാമറ ആണ്, സെയിം ആസ് നമ്മുടെ 10 Proയ്ക്കും 32 ആണ് വരിക. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സ്കാനേഴ്സ്. 3, 2, 1 ആൻഡ് ഗോ. ഒപ്റ്റിക്കലാണ് വരിക. ഒന്നുകൂടെ 3, 2, 1 ആൻഡ് ഗോ. ജസ്റ്റ് ഒറ്റ ടാപ്പ് ചെയ്യണുള്ളൂ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയാണ്. കണ്ടോ, ജസ്റ്റ് ഒറ്റ ടാപ്പ് വരുന്നില്ല. ഓക്കെ, നോർമൽ. ഓക്കെ, ഇനി ഞാൻ ഫേസ് റെക്കഗ്നിഷൻ. 3, 2, 1 ആൻഡ് ഗോ. ഓക്കെ, റാപ്പിഡ് ഫാസ്റ്റ് ആണ്. ഒന്നുകൂടെ 3, 2, 1 ആൻഡ് ഗോ. ഓക്കെ, 3, 2, 1 ആൻഡ് ഗോ. ഓക്കെ, പക്കേട്ടോ. ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കുറച്ചുകൂടെ ഫാസ്റ്റ് റാപ്പിഡായിട്ട് വരുന്ന നമ്മുടെ ഫേസ് റെക്കഗ്നിഷനാണ്. ഇനി നമ്മുടെ ആൻഡ്രോയിഡ് നോക്കുവാണെങ്കിൽ ആൻഡ്രോയിഡ് വെർഷൻ 12 MIUI 13 ആണ് നമുക്ക് വരുന്നത്. പിന്നെ 120 വാട്ട് ചാർജാണ് നമുക്ക് വിത്തിൻ്റെ ബോക്സ് വരുന്നത്. ഞാൻ എടുത്ത് കാണിച്ചു തരാം. 120 വാട്ട് ചാർജ് നമുക്ക് വിത്തിൻ്റെ ബോക്സിന് വരുന്നുണ്ട്. ആൻഡ് ഇഫ് നമ്മൾ കമ്പയർ ചെയ്ത് നമ്മുടെ വാട്ട് വി കോൾസ് നമ്മുടെ OnePlus 10 Pro നോക്കുകയാണെങ്കിൽ 80 വാട്ട് ചാർജറാണ്. പക്ഷേ 5000 mAh വാട്ട് ബാറ്ററി 80 വാട്ട്. ഇത് 4600 mAh ബാറ്ററി 120 വാട്ട്. സോ ബാറ്ററിയുടെ കാര്യത്തിൽ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഇവിടെ ഒരു കോമ്പൻസേഷൻ നടത്തിയിട്ടുണ്ട്. അവിടെ 80ഉം 120 വേഴ്സസ് ഇവിടെ 4600, 5000. ഓക്കെ, ആൻഡ് ദെൻ നമുക്ക് 50 വാട്ട് വയർലെസ് ചാർജിങ് ആണ്, രണ്ടിനും സപ്പോർട്ട് ചെയ്യുക. 10 വാട്ട് റിവേഴ്സ് വയർലെസ് ചാർജിങ്. പിന്നെ ഇത് 120 വാട്ട് ചാർജ്. ഇതിനൊരു ചിപ്പ് സെറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ ബാറ്ററി ചാർജിങ് എഫിഷ്യൻസിയും അതിൻ്റെ ഒരു ഓവറോൾ എഫിഷ്യൻസിക്ക് വേണ്ടി ഒരു ചിപ്പ് സെറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ
ഓവറോൾ ഞാൻ ഈ സെഗ്മെൻറ്റ് അത്യാവശ്യം IQ9 Pro, OnePlus 10 Pro ഇവരൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് സ്ലൈറ്റ്ലി ഇപ്പോൾ ഒരു ഇച്ചിരി കൂടി നല്ലതായിട്ട് സ്ലൈറ്റ്ലി ബെറ്റർ, അതും വാല്യൂ ഫോർ മണി വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് തോന്നുന്നു എനിക്ക് Xiaomi 12 Pro ആണ് എനിക്ക് സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് തോന്നുക. ഓക്കെ, സോ ഓവറോൾ സെറ്റ് നൈസാണ്. പിന്നെ അത് ഇൻഹാൻഡ് ഫീലും കാര്യങ്ങളും ഒക്കെ ഒരു നല്ലൊരു സെറ്റ് തന്നെയാണ്. പിന്നെ ഇത് കൂടാതെ നമുക്കൊരു ബ്ലൂ കളറുണ്ട്, ഒരു ജീൻസിൻ്റെ കൂടെ ഒരു ഡെനിം ബ്ലൂ പോലത്തെ ഒരു കളർ ഉണ്ട്. അതിൻ്റെ കൂടാണ്ട് വേറെ ഒരു സോർട്ട് ഓഫ് ഒരു അനദർ കളറോടെ ഉണ്ട്, എന്താ പറയുക, സോർട്ട് ഓഫ് പർപ്പിൾ കളർ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗൈസ്. സൈനിങ് ഓഫ്, ഇറ്റ്സ് ഫോൺ മാനിയ.